പലതർക്കമൊക്കെ ഫീൽ ചെയ്യുന്നത് നമുക്കും പക്ഷേ ഒരുപാട് ആൾക്കാർ ചെറുപ്പക്കാരും അല്ലാത്തവരുമായി ഒക്കെ ഇങ്ങനെ തല കുമ്പിട്ടിരിക്കുകയാണ്. ചിലർക്കൊക്കെ ഇത് സഹിക്കാൻ പറ്റുന്നതിലും ഉപരിയാണ്. അപ്പോൾ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്, യൂങ്ഫ്രോ യോക്കിൽ. യൂങ്ഫ്രോ യോക്കിൻ്റെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് യൂങ്ഫ്രോ യോക്ക്, ടോപ്പ് ഓഫ് യൂറോപ്പ്. ഇവിടുത്തെ എലിവേഷൻ ഉണ്ടല്ലോ, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 3454 മീറ്റേഴ്സ് ആണ് സമുദ്രനിരപ്പിൽ നിന്നും. ഗ്രിൻഡൽവാൾഡ് ടെർമിനലിൽ നിന്നും നമ്മൾ ഗോണ്ടോള എടുത്തു, ടൈഗർ എക്സ്പ്രസ്. അതിനുശേഷം നമ്മൾ എടുത്തിരിക്കുന്ന വാഹനമാണ് യൂങ്ഫ്രോ ബാൻ, യൂങ്ഫ്രോ ട്രെയിൻ എന്നാണ് എൻ്റെ അർത്ഥം. നമ്മളങ്ങനെ യൂങ്ഫ്രോയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇത്രയും ഹൈ എലിവേഷൻ ആയതുകൊണ്ട് നമുക്കൊരു ചെറിയ ഒരു വിഡിനെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം സമുദ്രനിരപ്പിൽ നിന്ന് മുകളിലേക്ക് പോകുന്തോറും പ്രഷറിന്റെ വ്യതിയാനം നമ്മൾ അനുഭവപ്പെടും. ഒരു ഫണ്ണി ഫീലിംഗ് ആണ് ഇവിടെ നിൽക്കുമ്പോൾ. ഇവിടെ നമുക്ക് ഒരു ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. ഷോപ്പിംഗ് ഏരിയ, സ്റ്റേഷൻ, ഇതിനെ പറ്റിയൊക്കെയുള്ള ഒരു വിവരണം ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് സുവനീറുകളൊക്കെ വാങ്ങിക്കാം. തൽക്കാലം ഇവിടെ നിന്നുള്ള കാഴ്ചകൾ മാത്രമേ കാണാൻ സാധിക്കൂ എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. കാരണം അത്രയ്ക്ക് ഹാർഷായിട്ടുള്ളൊരു വെതറാണ്. നിങ്ങൾ കാണുമ്പോൾ ആൽപ്സ് മഞ്ഞിനാൽ പുതച്ച് കിടക്കുകയാണ്. വളരെയധികം അഡ്വേഴ്സായിട്ടുള്ള ഒരു ക്ലൈമറ്റാണ്. ഒരു വലിയ ട്രെയിനിലാണ് വന്നതെന്നുണ്ടെങ്കിലും നമ്മളൊരു കയറ്റം കയറിയ പ്രതീതിയാണ്. ശരിക്കും ആ പ്രഷറിൻ്റെ വ്യതിയാനം കൊണ്ടാവാം നമുക്കൊരു ചെറിയൊരു ടയർഡ്നെസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പലതർക്കമൊക്കെ ഫീൽ ചെയ്യുന്നത് നമുക്കും പക്ഷേ ഒരുപാട് ആൾക്കാർ ചെറുപ്പക്കാരും അല്ലാത്തവരുമായി ഒക്കെ ഇങ്ങനെ തല കുമ്പിട്ടിരിക്കുകയാണ്. ചിലർക്കൊക്കെ ഇത് സഹിക്കാൻ പറ്റുന്നതിലും ഉപരിയാണ്. ഇതൊക്കെ തല കുമ്പിട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ശ്വാസ തടസ്സത്തിൻ്റെയും ഉയരത്തിൽ വരുന്നതിൻ്റെ പകരം ഉറങ്ങി പോയി. അത് നമുക്ക് അത്ര ലെവലൊന്നും പോയിട്ടില്ല. നമ്മൾ ഈ ഭാഗത്ത് നിൽക്കുമ്പോൾ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നതാണ് ആൽപ്സിൻ്റെ ഏറ്റവും ഉയരം കൂടിയ ഭാഗങ്ങളിലൊന്ന്. ഇവിടെയൊക്കെ നമ്മൾ പെട്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കാം. നമ്മൾ പല കഥകളും കേട്ടിട്ടുണ്ട്. ചെറിയ എയർക്രാഫ്റ്റുകളൊക്കെ ഇതുപോലെയുള്ള മഞ്ഞു മലകളിൽ വീണു പോകുന്നതും അവിടെ നിന്നുള്ള സർവൈവൽ സ്റ്റോറികളൊക്കെ. അപ്പം യഥാർത്ഥത്തിൽ എന്താണെന്നുള്ളത് ഇവിടെ നോക്കുമ്പോഴേ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ടണലുണ്ട്. ഈ യൂങ്ഫ്രോ ഉണ്ടാക്കിയതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഡെപ്പിക്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ തുരങ്കത്തിൽ കൂടെ നമുക്ക് കുറേ ദൂരം ഉള്ളിലേക്ക് നടന്നു പോകാം. ഇവിടൊക്കെ പാറകൾ കൊണ്ട് കവേർഡ് ആയതുകൊണ്ട്, ഒരു ഗുഹ പോലെ ആയതുകൊണ്ട് വലിയ തണുപ്പൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. യഥാർത്ഥത്തിൽ ശരിക്കും തലകറങ്ങി താഴെ പോകാൻ തോന്നുന്നു. അതുപോലെ ഒരു ഫീലിംഗ് ആണ്, വല്ലാത്തൊരു ഫീലിംഗ്. അത് കുറച്ച് നമുക്ക് നടന്നു പോകാം. കുറച്ച് നടക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രയാസം തോന്നുകയാണ്. കാരണം ഓക്സിജൻ ലെവല് ഇവിടെയൊക്കെ തീരെ കുറവാണ്. നമ്മൾ ഈ മൗണ്ടൈനിയസ് റീജിയണിൽ പോകുമ്പോൾ നമുക്ക് ഓക്സിജൻ ലെവൽ കുറയും, പ്രഷർ കാരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്ര സുഖമായിട്ട് ഇവിടെയൊന്നും നടക്കാൻ പറ്റുകയില്ല. ഒരുപാട് ദൂരം സഞ്ചരിച്ചതുപോലെയുള്ള ഒരു ഫീലിംഗ് ആണ് നമുക്ക് ആക്ച്വലി തോന്നുക. പക്ഷേ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്, വൺ ടൈം ഇൻ ലൈഫ്, അല്ലേ? തീർച്ചയായിട്ടും ഇതുപോലുള്ള കാഴ്ചകളും ഇതുപോലെയുള്ള സ്ഥലങ്ങളും ഒക്കെ നമ്മൾ വന്ന് കാണണം. ജീവിതത്തിൽ നമ്മളിങ്ങനെയുള്ള പുതിയ പുതിയ എക്സ്പീരിയൻസുകൾ അനുഭവിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ടൂറിസം എന്ന് പറയുന്നത് പഴയ കാലത്തിനേക്കാളും ഇപ്പോൾ വളരെയധികം പോപ്പുലറായിരിക്കുന്നത്. എവിടെ ഏത് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ചെന്നാലും ഒരുപാട് തിരക്കാണ്. നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ ഒരുപാട് പൊട്ടൻഷ്യലുണ്ട്, ഒരുപാട് പ്രത്യേകതകളുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള വേറിട്ട കാര്യങ്ങളൊക്കെ കണ്ടെത്തുകയും അതിനെ ടൂറിസത്തിൻ്റെ ഏറ്റവും നല്ല സാധ്യതകളായി ഉപയോഗപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നിടത്താണ് ഏറ്റവും വലിയ മിടുക്ക്. ഒരു ഗവൺമെൻറ്റിൻ്റെ ആയാലും ഭരണകൂടത്തിൻ്റെ ആയാലും മിടുക്കെന്ന് പറയുന്നത്. ഹൃദയമൊക്കെ വളരെ സ്ലോ ആയിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് തോന്നുന്നു. വല്ലാത്തൊരു ഫീലിംഗ് ആണ്.
1 hour 20 minutes നടക്കാനുണ്ട്. അത് കുറച്ച് ദൂരം പോയി നോക്കാം. നമ്മളിവിടെ ഒന്ന് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ലിഫ്റ്റിലാണ്. ഇവിടെയാണ് നമ്മുടെ ഒബ്സർവേറ്ററി, ഇവിടെ ഫിനിക്സ് ടെറസ്. ഇവിടെ പോയി നമുക്ക് ഈ വ്യൂ കാണാം. നോക്കുമ്പോൾ ഒന്നും കാണാനില്ല, മഞ്ഞ് മാത്രമാണ്, ഐസ് മാത്രം എവിടെ നോക്കിയാലും. ചർച്ചിലേക്കുള്ള വഴിയാണ്, ഇവിടെ പോയി നോക്കാം. അപ്പോൾ അഡ്വഞ്ചറസ് ആയിട്ടുള്ളവർക്ക് മാത്രമേ ഇവിടെ പുറത്തിറങ്ങി നിൽക്കാൻ പറ്റൂ. എന്നാൽ പ്രായഭേദമന്യേ ഒരുപാട് ആൾക്കാർ അഡ്വഞ്ചർ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇന്ത്യക്കാരായിട്ടുള്ളവരും യൂറോപ്യൻസും ഒക്കെ. അയ്യോ, ഒന്നും പറയാനില്ല, വല്ലാത്തൊരു വ്യൂ ആണ്. മൈ ഗോഡ്, ഇവിടെ മഞ്ഞ് പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. കാണുന്നുണ്ടല്ലോ അല്ലേ? ഓ, അതിഭയങ്കരമായ ഒരു കാഴ്ച. നമ്മുടെ കണ്ണുകളിലേക്കൊക്കെ ഇങ്ങനെ സ്നോ ഫ്ലേക്സ് പറന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. കണ്ണ് നമുക്ക് തുറക്കാൻ സാധിക്കുന്നില്ല. പക്ഷെ ഇവിടെ വരുമ്പോൾ നമ്മൾ ആക്ച്വലി ഗ്ലാസ് വയ്ക്കേണ്ടതാണ്. കണ്ണ് തുറക്കാൻ സാധിക്കുന്നില്ല. ഇവിടെ ലവ് ലോക്കുകളൊക്കെ ഉണ്ട്, കാണാം ഉണ്ടല്ലേ? ഒന്നും കാണാനില്ല, ഐസ് സ്നോ ഫ്ലേക്സ് അല്ലാതെ ഒന്നും കാണാനില്ല. ഇതാണ് യുംഫ്രോ. തീർച്ചയായിട്ടും വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ട്രിപ്പ് തന്നെയാണിത്. ഇവിടെ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രത്യേകമായ ഒരു ഫീലിംഗ് ആണ്. ശരിക്കും നമുക്ക് ഇത്രയും ഉയരത്തിൽ എത്തിച്ചേരാൻ പറ്റിയെന്നുള്ളത് മുമ്പ് പറഞ്ഞ പോലെ വൺ ടൈം എക്സ്പീരിയൻസ്. ഇതാണ് യുംഫ്രോ യോക്ക്. ഇവിടെ ഒരു ഒബ്സർവേറ്ററി ഉണ്ട്, അതിൻ്റെ ഭാഗത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഉണ്ടല്ലേ? മഞ്ഞ് നമുക്കിത് ഇവിടെ വാരിയെടുക്കാൻ പറ്റില്ല, കാരണം അത്ര ഉറച്ച് കിടക്കുകയാണ്. ഇതാണല്ലേ നല്ലൊരു എക്സ്പീരിയൻസ്. ഈ മഞ്ഞിന്റെ പുറത്തു നിന്നുള്ള കാഴ്ചയൊക്കെ കണ്ട് വീണ്ടും തിരിച്ചു കയറിയിരിക്കുകയാണ്. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് തീർച്ചയായിട്ടും ഇതൊരു വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങളാണെങ്കിലും ഇപ്പം നമ്മൾ യൂസ്ഡ് അല്ലാത്തത് കൊണ്ട്. അപ്പോൾ എന്നാലും വ്യത്യസ്തമായ കാഴ്ചകളായിട്ട് തീർച്ചയായിട്ടും എൻജോയ് ചെയ്തു. ഇനിയും നമ്മൾ അധിക നേരം ഇവിടെ നിന്നിട്ട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കണ്ട. അപ്പം നമ്മൾ ഇവിടുന്ന് ഇനിയുള്ള തിരിച്ചുള്ള മടക്കയാത്രയാണ്. ആ മടക്കയാത്രയിൽ മഴയൊക്കെ തീർന്ന് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈവനിങ് ടൈമൊക്കെ ആകുമ്പോഴേക്ക് മഴ മാറാനും കുറച്ച് സൺലൈറ്റ് വരാനും ഒക്കെ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലോട്ടർബ്രണ്ണൻ എന്ന മനോഹരമായ കൊച്ചു ഗ്രാമത്തിൻ്റെ കാഴ്ചകളിലൂടെ പോകേണ്ടതുണ്ട്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ തൽക്കാലം അവസാനിപ്പിക്കുകയാണ് ഈ യുംഫ്രോയുടെ. അപ്പോൾ നിങ്ങൾക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെട്ട് കാണും എന്ന് കരുതുന്നു. അപ്പോൾ എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ ഈ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യണം. ഇതുപോലെ ഇനിയും ഒരുപാട് കാഴ്ചകളുമായി വീണ്ടും നമ്മൾ കണ്ടുമുട്ടും. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ടിന്യൂ ചെയ്യുകയാണ്. എത്ര മനോഹരമായ കാഴ്ച അല്ലേ? ട്രെയിനിലുള്ള പാസഞ്ചേഴ്സ് ഒക്കെ ഇറങ്ങി വന്ന് വിൻഡോയുടെ ഭാഗങ്ങളിലേക്ക് പോയി ഈ കാഴ്ചകളൊക്കെ ചിത്രീകരിക്കുകയാണ്. അത്ര മനോഹരമായ കാഴ്ച, അതായത് അങ്ങനെയൊന്നും കാണാൻ കിട്ടാത്ത കാഴ്ച തന്നെയാണ്.
Anschlusszüge nach Lauterbrunnen verkehren ab Sektor A, nach Grünwald ab Sektor B. ഇപ്പോൾ മഴയൊക്കെ മാറി നിൽക്കുന്നതുകൊണ്ട് Besuch auf dem നമുക്ക് കുറച്ചും കൂടെ വ്യക്തമായിട്ടുണ്ട്. Si prega di scendere. Le coincidenze. അങ്ങനെ നമ്മൾ വൈൻഷിഡേൽ എന്ന് പറയുന്ന സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമുക്ക് ട്രെയിൻ മാറി കയറേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വൈൻഷിഡേക്കിലേക്ക് പാസഞ്ചേഴ്സൊക്കെ ഇറങ്ങുകയാണ്. ഇവിടുന്ന് നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ്. ട്രെയിനിൻ്റെ വൃത്തിയും കാര്യങ്ങളൊക്കെ എടുത്തു പറയേണ്ടത് തന്നെയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ട്രെയിനിൻ്റെ സീറ്റുകളും ഒക്കെ. അപ്പോൾ ഇതൊക്കെ സ്വിറ്റ്സർലൻഡിൻ്റെ മാത്രമായിട്ടുള്ള ഒരു സവിശേഷതയാണ്. ക്ലീൻലിനെസ്സിൻ്റെ കാര്യത്തിലും മറ്റുമായിട്ടൊക്കെ എത്രയധികം അവർ ശ്രദ്ധ നൽകുന്നു എന്നുള്ളത് നമുക്കിതൊക്കെ കാണുമ്പോൾ അറിയും. ഇവിടെ അപകടകരമായ രീതിയിലാണ് ഇവിടെ സ്നോ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ക്ലീറ്റ്സ് ഒക്കെ ഇടാതെ നടന്നു കഴിഞ്ഞാൽ തെന്നി പറഞ്ഞ് താഴെ വീഴാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഇവിടെ നിന്നും ട്രാക്ക് എ ആണ് എടുക്കേണ്ടത്, ലോട്ടർബ്രണ്ണൻ ട്രാക്ക്. അതും ഇന്റർലാക്കനേക്കാണ് അവസാനമായി എത്തിച്ചേരുന്നത്. ഈ രണ്ട് വഴികളും എത്തിച്ചേരുന്നത് ഇന്റർലാക്കൻ ഈസ്റ്റിലേക്ക് തന്നെയാണ്. നമ്മൾ എടുക്കേണ്ടത് ലോട്ടർബ്രണ്ണൻ എ ട്രാക്ക്. സൂക്ഷിച്ചില്ലെങ്കിൽ സ്ലിപ്പ് ചെയ്ത് താഴെ വീഴാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് ക്ലൈൻഷിഡേഗിൻ്റെ കാഴ്ചകൾ. ഇപ്പോൾ ഈ സ്റ്റേഷനിൽ നമ്മൾ ട്രെയിൻ മാറി കയറിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ലോട്ടർബ്രണ്ണൻ വഴിയിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. അന്തരീക്ഷം കുറച്ച് തെളിഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. മഴയൊക്കെ മാറി നിൽക്കുകയാണ്. അത് മാത്രമല്ല, ഈ ട്രെയിനിൽ കുറച്ച് ഹീറ്റിംഗ് നല്ല രീതിയിലുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ നല്ല സുഖമുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴേക്കും സൺഷൈൻ കാണാൻ സാധിക്കും, ഉണ്ടല്ലേ പുറത്ത്. അപ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഈ സ്നോയുടെ ബ്യൂട്ടിയൊക്കെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം അങ്ങനെ ആൽപ്സ് പർവ്വതനിരകൾ അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. വളരെ മനോഹരമായ കാഴ്ചകളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് ലോട്ടർബ്രണ്ണൻ കാഴ്ചകളിലേക്കാണ്. ലോട്ടർബ്രണ്ണനും ഗ്രിൻഡൽവാൾഡുമാണ് ഏറ്റവും സുന്ദരമായ മനോഹരമായ സ്ഥലങ്ങൾ. യൂങ്ഫ്രോയത്തിൽ ചെന്ന് കഴിയുമ്പോഴേക്ക് നമുക്ക് മഞ്ഞ് മാത്രമേ കാണാൻ സാധിക്കൂ. പക്ഷേ പ്രകൃതിയുടെ ആ മനോഹാരിതയൊക്കെ കാണണമെങ്കിൽ ഒന്നുകിൽ ലോട്ടർബ്രണ്ണനിലോ ഗ്രിൻഡൽവാൾഡിലോ ചെല്ലണം. ഭാഗ്യം കൊണ്ട് ഇപ്പം നല്ല വെയിലാണ്. അപ്പോൾ നല്ല കുറേ കാഴ്ചകൾ ചിത്രീകരിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ലോട്ടർബ്രണ്ണനിലേക്ക് ട്രെയിൻ വെൻഗനിലേക്ക് നടത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മൗണ്ടൈൻ്റെ ടോപ്പ് ഏരിയയൊക്കെ വളരെ വ്യക്തമായിട്ട് കാണാം. നല്ല സൂര്യപ്രകാശം കൊണ്ട് പിന്നെ വ്യക്തമായ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. ട്രെയിൻ അങ്ങനെയൊക്കെ വളവ് തിരിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നു. രസകരമായ കാഴ്ച.
ദൂരെയായി നമുക്ക് സ്വിസ് വില്ലേജുകളുടെയൊക്കെ മനോഹരമായ കാഴ്ചകൾ കണ്ടു തുടങ്ങി കാണാൻ സാധിക്കുന്നുണ്ട്. ഉണ്ടല്ലേ, ഇതെല്ലാം സ്കേറ്റിങ്ങുമായി ഇരിക്കുന്ന ആൾക്കാരാണ്. സ്കേറ്റിങ്ങിന് വേണ്ടിയാണ് ഇവിടെ കൂടുതലായും പാസഞ്ചേഴ്സ് വരുന്നത്. അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ഭാഗമാണ്. സ്കേറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് കുറേ ടൂറിസ്റ്റുകൾ തിരിച്ച് ട്രെയിനിലേക്ക് കയറി. സൺഷൈൻ നല്ല രീതിയിൽ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാഴ്ചകൾക്കൊക്കെ വളരെ ഭംഗിയുണ്ട്. മാത്രമല്ല നല്ല ചൂട് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യാത്ര ഒരു എനർജി നൽകുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മഴയും മഞ്ഞും ഇല്ലായിരുന്നെങ്കിൽ ഇത് തീർച്ചയായിട്ടും കുറെ കൂടെ എൻജോയ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നുള്ളത് 100% ഉറപ്പാണ്. ഇവിടെയൊക്കെ മഞ്ഞ് പുതച്ച് നിൽക്കുകയാണ്. ഇതാണ് ടിപ്പിക്കൽ ആൽപൈൻ വില്ലേജിന്റെ രൂപം. നമ്മൾ വെൻഗനിലെത്തിയിരിക്കുകയാണ്. ഇങ്ങനെ വളഞ്ഞ് മഴ പോയിക്കൊണ്ടിരിക്കുകയാണ്. വെൻഗൻ തീർച്ചയായിട്ടും ഒരു നല്ല വില്ലേജാണ്. വെൻഗനിൽ നമ്മൾ കുറച്ചു നേരം ഇവിടെ സ്റ്റോപ്പ് ചെയ്യും. അതിനുശേഷമാണ് ലോട്ടർഡാമിലേക്ക്. വെൻഗൻ സ്റ്റേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. വെൻഗനിൽ നിന്നും നമ്മുടെ യാത്ര ലോട്ടർഡാമിലേക്ക് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇവിടെ കുറെ പാസഞ്ചേഴ്സ് ഇറങ്ങുന്നുണ്ട്. കുറെ പാസഞ്ചേഴ്സ് ഇവിടുന്ന് കയറുകയും ചെയ്യും. അതിനുശേഷം ട്രെയിൻ ലോട്ടർഡാമിലേക്ക് കണ്ടിന്യൂ ചെയ്യും. വെൻഗനിൽ എത്തിയപ്പോഴേക്കും നല്ല സൺഷൈൻ ഉണ്ട്. അത്യാവശ്യം സുഖകരമായ ഒരു ക്ലൈമറ്റാണ്. പക്ഷേ യൂങ്ഷോയിൽ -10 ആയിരുന്നു. -10 സെൽഷ്യസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാലാവസ്ഥയായിരുന്നു. -10 എന്നൊക്കെ പറയുമ്പോൾ അത്രയധികം ഈ കാലാവസ്ഥയുമായി ഒക്കെ ഇടപഴകാത്ത ആൾക്കാർക്ക് അതൊരു വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ എലിവേഷൻ, ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് എൻ്റെ ഇന്നത്തെ യാത്ര അത്രയധികം ആസ്വാദികരമായില്ല എന്നുള്ളതാണ്. കൂടാതെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പനിയുടെ ലക്ഷണം. ഇന്നലെ കുറെ മഴ നനഞ്ഞു അവിചാരിതമായിട്ട് അതിൻ്റെതായിട്ടുള്ള പ്രയാസങ്ങൾ. നമ്മൾ സംസാരിക്കുന്നതിനകത്ത് ഒക്കെ ഒരു ടയർഡ്നെസ് തീർച്ചയായിട്ടും ഫീൽ ചെയ്യും. എല്ലാവരും ക്ഷമിക്കുക. ഇനി നമ്മൾ ലോട്ടർഡാമിലേക്ക് പോകുന്നത്.